ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ഒരു 30 ഇഞ്ച് ബോഡി മെഷർമെൻറ്റുള്ള ഒരു ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇതുപോലെ തുണിയെ കണ്ടോ, രണ്ട് കരവശങ്ങളെയും ഇതുപോലെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നേർ പകുതിയിലൂടെ ഇതുപോലെ മടക്കിയെടുക്കുന്നു. ക്രോസ് കട്ടിങ് ബ്ലൗസാണ് ചെയ്യുന്നത്, ഫ്രണ്ട് ക്രോസ് കട്ടിങ്. ഇനി നമ്മൾ അടിവശത്ത് ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുന്നു. നമ്മൾ തുണിയുടെ ക്രോസിംഗ് ഒക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് തരുന്ന സമയത്തുണ്ടാകുന്ന ക്രോസിംഗ് ഒക്കെ മാറ്റി എടുക്കുവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ബ്ലൗസിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാണ്. ബ്ലൗസിൻ്റെ ലെങ്ത്ത് 13.25 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 14.25 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ. ഇനി ഈ രണ്ട് മാർക്കുകളും ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുക. ഇനി നമ്മൾ നമ്മുടെ ബ്ലൗസിൻ്റെ കഴുത്തിൻ്റെ വൈഡ് വെക്കുന്നത് 2 ഇഞ്ചിലാണ്. കണ്ടോ, 2 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഈ രണ്ട് മാർക്കുകളെയും ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുക. ഇനി നമ്മൾ ബ്ലൗസിൻ്റെ ഷോൾഡർ വെക്കുന്നത് 5 ഇഞ്ചാണ്. കണ്ടോ, നമ്മുടെ കഴുത്തിൻ്റെ വൈഡിന് ശേഷം നമ്മൾ 3 ഇഞ്ച്, ടോട്ടൽ 5 ഇഞ്ച്. കണ്ടോ, ഇതുപോലെ. ഇനി ഈ ഒരു മാർക്കുകളെയും നമ്മൾ ഇതുപോലെ തന്നെ ആദ്യം കഴുത്തിന് വേണ്ടി വരഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുന്നു. ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ വെച്ചത് അതേ അളവ് തന്നെയാണ് നമ്മൾ ആം ഹോളിന് വേണ്ടി, കൈക്കുഴിക്ക് വേണ്ടിയും വെക്കുന്നത്, 5 ഇഞ്ച്. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു ബോഡി മെഷർമെൻറ്റ്, ബോഡി അളവ് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താണ്. കണ്ടോ, നമ്മുടെ ബോഡി അളവ് 30 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നു. അപ്പോൾ 34 ഇഞ്ച് കിട്ടും. 34ൻ്റെ 4/1 8.5 ഇഞ്ച്. കണ്ടോ, 8.5 ഇഞ്ച് മാർക്ക് കൊടുക്കുന്നു. 1.25 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ തുന്നത്തുണിക്ക് വേണ്ടി. നമ്മൾ ഇനി അടിവശത്തുള്ള ഇടുപ്പളവ് 24.5 അപ്പോൾ നമുക്ക് അതിൻ്റെ 4/1 6 ഇഞ്ചും പോയിന്റ് വരും. അതിൻ്റെ കൂടി ഒരു 1/2 ഇഞ്ച് മാത്രമേ നമ്മൾ ബാക്ക് ഡാർട്സിന് വേണ്ടി വെക്കുന്നുള്ളൂ. ഇനി ഇവിടെ ഈ ഒരു 1.25 ഇഞ്ച് എക്സ്ട്രാ തുന്നത്തുണി വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മളിവിടെ നമ്മുടെ റഗാൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു സെൻറ്റർ വശത്ത് നിന്ന് 1 ഇഞ്ചാണ് നമ്മൾ വെക്കുന്നത്. കണ്ടോ, 1 ഇഞ്ച്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ റഗാൾ ആ ഒരു ലൈനിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ അളവ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ബോഡി അളവ്, ആ ഒരു മാർക്കിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കണ്ടോ ഇതുപോലെ താഴ്ത്തി വരഞ്ഞതിന് ശേഷം ഇവിടെ ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ കഴുത്തിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുകയാണ്. അതിനുവേണ്ടി മുകളിൽ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗത്തെ തുന്നത്തുണി നമ്മൾ വിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ ടേപ്പിനെ ഇതുപോലെ പിടിച്ചുകൊണ്ട്, കണ്ടോ, നമുക്ക് ലെങ്ത്ത് കിട്ടേണ്ടത് 8.5 ഇഞ്ചാണ്. നമ്മൾ അതിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കുറച്ചുകൊണ്ട് 8.25 നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. കണ്ടോ, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ആ ഒരു 8.25 ഇഞ്ച് ഇറക്കാൻ കാരണം 8.5 ഇഞ്ച് കഴുത്തിൽ ഉള്ള ഈ ഒരു ബ്ലൗസിൽ നിന്ന് 8.25 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്തത്. കാരണം നമ്മൾ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഹെമ്മിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് മടക്കി തുന്നുന്നതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവായി നമ്മുടെ 8.5 ഇഞ്ച് ഫിനിഷിങ് കിട്ടും. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ഒരു അടിവശത്തും ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ മുകളിലും ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അപ്പോൾ നമ്മളെ ബാക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ രണ്ട് കരവശങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ നമ്മുടെ ഷോൾഡറും നമ്മുടെ ബോഡി അളവും ഇതുപോലെ വരുന്ന രീതിയിൽ ക്രോസ് ചെയ്ത് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ നല്ല ക്രോസിങ് കിട്ടും. ഇനി നമ്മളിവിടെ ഫ്രണ്ടിൽ ഒരു 1/4 ഇഞ്ച് കണ്ടോ ഇങ്ങനെ വിട്ടതിന് ശേഷം നമ്മളൊരു കുത്തനെ ഒരു ലൈൻ കൊടുക്കുക. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് 2.25 ഇഞ്ചാണ്. കാരണം നമ്മൾ 2 ഇഞ്ച് നമ്മുടെ കഴുത്തിൻ്റെ വൈഡ് വെച്ചിട്ടുണ്ട്. 1/4 ഇഞ്ച് നമ്മൾ കൂട്ടി ഇവിടെ ഫ്രണ്ട് തീരെ അടിക്കുവാൻ വേണ്ടിയാണ് ആ ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ മുന്നിൽ വെച്ചിരിക്കുന്നത്. ആ ഒരു ഇതും അളവും കൂടി കൂട്ടി 2.25 ഇഞ്ച്. കണ്ടോ, ഇനി തുണി തെന്നി മാറിപ്പോകാതിരിക്കുവാൻ വേണ്ടി ഇവിടെ കറക്റ്റ് ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, നമ്മൾ 1/4 ഇഞ്ച് നമ്മൾ ഫ്രണ്ടിൽ കൂട്ടി വരഞ്ഞത്. ഇനി നമ്മൾ 1.5 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഇത് നമ്മൾ കൂടുതൽ അടിവശത്ത് വരയുകയാണ്. കണ്ടോ, ഇതുപോലെ വരഞ്ഞെടുക്കുക. ഇനി അതിന് ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറക്കുക. നമ്മുടെ ബാക്ക് ഡാർട്സിന് വേണ്ടി വെച്ചിട്ടുള്ള ആ 1/2 ഇഞ്ചാണ് കുറക്കുന്നത്. ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ഫ്രണ്ടിലെ മെയിൻ ഡാർട്സിന് വേണ്ടിയുള്ള വീതി 2.25 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, നമുക്ക് 2.25 ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു ബ്ലൗസിന് വേണ്ടി വെക്കുന്നത്. കണ്ടോ, ഇനി നമ്മൾ ഇവിടെ ഫ്രണ്ട് ബാൻഡ് വെക്കുന്നത് 4 ഇഞ്ചാണ്. ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ സൈഡിലും ഒരു മാർക്ക് ചെയ്ത് വെക്കുന്നു. കണ്ടോ, ഈ ഒരു മാർക്കിംഗ് ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് തുണി മാത്രം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം വെക്കുന്നത് 5.25 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കുറച്ച് 5.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. കണ്ടോ, ഇനി നമ്മൾ ഇതുപോലെ
ഇങ്ങനെ വരഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മളത് കണ്ടോ, ഇവിടെ നമുക്ക് 2.25 ഇഞ്ച് കറക്റ്റ് കിട്ടണം. കണ്ടോ, ഇങ്ങനെ നേരെ വരഞ്ഞെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു ഭാഗം ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ചും പോയിൻറ്റും ഒക്കെയാണ് നമ്മൾ ആ ഒരു കോൺ വശത്ത് നിന്ന് നമ്മൾ മാർക്കിന് വേണ്ടി ചെയ്യുന്നത്. കണ്ടോ, ഇനി നമ്മളിത് ഫ്രണ്ട് വശം ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. കണ്ടോ, ആ ഒരു മാർക്കിൽ കൂടി തന്നെ കട്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ റഗാൾ വശവും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു സൈഡ് ഭാഗത്ത് നമ്മൾ കണ്ടോ ആ 4 ഇഞ്ച് ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്ത ആ മാർക്കിംഗ് വരെ മാത്രമേ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ആദ്യം കട്ട് ചെയ്യുന്നത് അവിടെ വരെ മാത്രമാണ്. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബാക്ക് പീസിനെ നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണ്. കണ്ടോ, ഇതുപോലെ എടുത്ത് മാറ്റുന്നു. ഇനി നമ്മൾ മെയിൻ ഡാർട്സിന് വേണ്ടി മാർക്ക് ചെയ്യാണ്. മുകളിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ചും അതുപോലെ നമ്മുടെ ഒരു കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ചും ഇങ്ങനെ കറക്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ടാപ്പ് ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിക്കുക. കണ്ടോ, ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിടിക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ നേരെ കുത്തിനൊരു മാർക്കിംഗ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡാർട്സ് പോയിന്റ് നമ്മൾ കറക്റ്റ് 9 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, 9 ഇഞ്ചിൽ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത അതേ പൊസിഷനിൽ തന്നെ മാർക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ കറക്റ്റ് നമ്മുടെ ഡാർട്സ് പോയിന്റ് കിട്ടുകയുള്ളൂ. ഇനി ഇവിടെ നിന്ന് നമ്മളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ 3.5 ഇഞ്ച്, ഇവിടെ നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു മാർക്കുകളിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ടുകൊണ്ട് മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ഒരിക്കലും സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് വരയാൻ പാടില്ല. ഇനി നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. കണ്ടോ, ഇങ്ങനെ. ഇനി നമ്മുടെ ബാൻഡിൻ്റെ അളവ് നമ്മൾ വെക്കുന്നത് നമ്മളിവിടെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് തീരെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുന്നത്തുണിക്ക് വേണ്ടി മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ ലൂസായ 24.5 ഇഞ്ചാണ്. അപ്പോൾ 6 ഇഞ്ചും പോയിന്റിൽ ഇതുപോലെ മാർക്ക് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളൊരു 1.25 ഇഞ്ച് ഇവിടെ നിന്ന് 1.25 ഇഞ്ച് വീണ്ടും എക്സ്ട്രാ. ഇത് നമുക്ക് ക്രോസിലാണ് കിട്ടുക. നിങ്ങൾക്കിത് വേറെ മാറ്റി കട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ക്രോസിൽ തയ്ച്ചെടുക്കുവാൻ വേണമെങ്കിൽ ക്രോസിലും ബാൻഡ് തയ്ച്ചെടുക്കുന്നതിനെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഉൾവശത്ത് വെക്കുന്ന പീസ് നമുക്ക് കറക്റ്റ് നേരെ എടുത്താൽ മതി. ഇവിടെ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് കണ്ടോ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. നിങ്ങൾക്ക് ഇനി നമ്മുടെ ഈ ഒരു ബാൻഡ് ഇത് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഡാർട്സിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിൽ നിന്ന് 2 ഭാഗത്തേക്കും 1 ഇഞ്ചും പോയിന്റും ടോട്ടൽ നമ്മൾ 2.25 ഇഞ്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 ഇഞ്ചും പോയിന്റിൽ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് വശത്ത് നമ്മളൊരു 1/4 ഇഞ്ച് ഇവിടെ ഇതുപോലെ കയറ്റി വരയുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മളൊരു 1/4 ഇഞ്ച് കണ്ടോ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇനി ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുക. നിങ്ങളിത് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ആ ഡാർട്സിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കല്ല നമ്മൾ വരഞ്ഞെടുക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ ആ 1 ഇഞ്ച് പോയിന്റ് നമ്മൾ എത്രയാണോ ഡാർട്സ് അടിക്കുന്നത് ആ ഒരു വീതി വിട്ടിട്ടുള്ള ആ ഒരു മാർക്കിലേക്കാണ് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുന്നത്. നമുക്കിനി ഇത് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. 1/4 ഇഞ്ച്. ഇനി നമ്മളിതിവിടെ ഇവിടെ നിന്ന് അല്പം ഈ ഒരു 1/4 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുന്നു. കാരണം നമുക്കിത് ബ്ലൗസിൻ്റെ ഹൂക്കൊക്കെ ഇടുന്ന സമയത്ത് നല്ല വൃത്തിയോടുകൂടി ഫ്രണ്ടിൽ നിൽക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി മുകളിൽ നിന്ന് നമുക്കൊരു 1.25 ഇഞ്ചൊക്കെ വിട്ടുകൊണ്ട് നമുക്കിതൊരു കണക്കാണ് 1.25 ഇഞ്ചൊക്കെ നമ്മൾ പറയുന്നത്. കാരണം നിങ്ങൾ മുകളിൽ നിന്ന് കറക്റ്റ് മുകളിൽ നിന്ന് തുടങ്ങാൻ പാടില്ല. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഇനി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ റഗാൾ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നു. കണ്ടോ ഇവിടെ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. കണ്ടോ ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട് ഡാർട്സ് കണ്ടോ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ഡാർട്സ് നമ്മുടെ മെയിൻ ഡാർട്സിൻ്റെ മുകളിലായി ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇത് നമുക്കൊരു 2.25 ഇഞ്ചാണ് നമ്മൾ ഇതിന് വെച്ചിരിക്കുന്നത് നീളം. കണ്ടോ ഇതുപോലെ നേരെ വരഞ്ഞെടുക്കുക. ഇനി നമ്മൾ മൂന്നാമത്തെ നമ്മുടെ റഗാൾ വശത്ത് നിന്ന് വരുന്ന ഡാർട്സ് കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു ഡാർട്സ് തയ്ച്ചെടുക്കുന്ന വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ബ്ലൗസ് സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു മൂന്നാമത്തെ ഡാർട്സ് എങ്ങനെയാണ് തയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മൾ തുണിയെ ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ 2 സ്ലീവും കൂടെ കട്ട് ചെയ്യുന്നുണ്ട്.
കണ്ടോ ഇതുപോലെ മുകളിലൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അതിനുശേഷം ഇതിങ്ങനെ നേരെ വരഞ്ഞെടുക്കുന്നു. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ അതുപോലെ തന്നെ നമ്മളിവിടെ നമുക്ക് മടക്കി തയ്ക്കുവാൻ വേണ്ടി നമുക്ക് ലൈനിങ് ചെയ്യുവാൻ വേണ്ടി കണ്ടോ ഇതുപോലെ ഒരു അരയിഞ്ച് തുണി വിടുന്നു. അതിനുശേഷം നമ്മളിവിടെ 11 ഇഞ്ചാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത്, സ്ലീവ് ലെങ്ത്ത്. അപ്പോൾ അതിൽ നിന്ന് അരയിഞ്ച് കൂട്ടി 11.5 ഇഞ്ച് നമ്മൾ ഈ ഒരു മുകളിൽ വരഞ്ഞിട്ടുള്ള ഈ ഒരു മാർക്കിൽ നിന്നാണ് 11.5 ഇഞ്ച് വെക്കുന്നത്. കണ്ടോ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഒരു മാർക്കുകളെ ഇതുപോലെ കൂട്ടി യോജിപ്പിക്കുക. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ റഗാൾ ലൂസ് മാർക്ക് ചെയ്യാണ്. അത് നമ്മൾ ബോഡിയിൽ നിന്നാണ് കണ്ടെത്തുന്നത്. നമ്മുടെ ബോഡി ലൂസ് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറക്കുക. അപ്പോൾ 27 ഇഞ്ച് കിട്ടും. 27. അപ്പോൾ അതിൻ്റെ 4 6.25, അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂട്ടി 7 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക. കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലൂസ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ 30 നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറക്കുക, നമുക്ക് 27 ഇഞ്ച് കിട്ടും. 27ൻ്റെ 4 6.25 ഒരു 4 ഇഞ്ച് കൂട്ടി 7 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു 3.25 ഇഞ്ചാണ് നമ്മുടെ ഷേപ്പ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ 3.25 ഇഞ്ച് ഷേപ്പ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ 3.25 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. കണ്ടോ ഇനി നമ്മുടെ കൈയുടെ അടിത്താവിലുള്ള ലൂസ് മാർക്ക് ചെയ്യാണ്. അത് 8 ഇഞ്ചാണ്. അപ്പോൾ 4 ഇഞ്ച് അതിൻ്റെ കൂടെ ഒരു 1.25 ഇഞ്ച്, അങ്ങനെ ഇവിടെയും നമ്മൾ ഇതുപോലെ മുകളിലേക്ക് 1.25 ഇഞ്ച്, ഈ ഒരു മാർക്കിൽ നിന്ന് മുകളിലേക്ക് 1.25 ഇഞ്ച് തുണിക്ക് വേണ്ടി മാർക്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക. നേരെ വരഞ്ഞെടുക്കാൻ പാടില്ല, അല്പം ഷേപ്പ് ചെയ്തുകൊണ്ട് തന്നെ വരയണം. ഇനി നമ്മൾ ഈ ഒരു റഗാളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അളവൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ബാക്ക് പീസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മുകളിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു അരയിഞ്ച് നമ്മൾ മുകളിൽ വിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ നമ്മുടെ റഗാൾ വശം ഇങ്ങനെ പിടിച്ചാൽ കണ്ടോ നമ്മുടെ ആ ഒരു ബോഡി ലൂസിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്ക് നമ്മുടെ റഗാൾ മാർക്കിംഗ് കണ്ടോ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ സ്ലീവിനെ ഇതുപോലെ വെച്ചുകൊണ്ട് കണ്ടോ നമ്മളൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ഇതുപോലെ വെച്ചതിന് ശേഷം കണ്ടോ ഇങ്ങനെ വെക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗത്തുള്ള പീസ് കണ്ടോ നമുക്കിങ്ങനെ ഉൾവശത്തേക്ക് വരുന്നത് അത് ഇവിടെ വരെയാണ് വരുന്നത്. കണ്ടോ ആ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. നമുക്ക് സ്റ്റിച്ചിങ് സമയത്ത് നമുക്ക് ഫിനിഷിങ്ങിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. നമ്മളിനി ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ റഗാളിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ 1.25 ഇഞ്ച് താവിൽ നിന്ന് വിട്ടുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പ് ചെയ്തെടുക്കും. കണ്ടോ നമ്മൾ അരയിഞ്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മാർക്കിംഗ് വരെ ചെയ്യുന്നില്ല, ഇവിടെ വരെ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതും നമ്മൾ ഇതുപോലെ തന്നെ 1.25 ഇഞ്ചൊക്കെയാണ് നമ്മൾ ഇതുപോലെ വിട്ടിരിക്കുന്നത്. കണ്ടോ ഇങ്ങനെ. ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മുടെ ബാക്ക് ഭാഗത്ത് നിന്നും അല്പം ഇവിടെ ഷേപ്പിന് വേണ്ടി മാത്രം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മുടെ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു ടൈലർ